നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നനച്ചിരിക്കാതെ വരുന്ന അപകടം, അതിൻ്റെ ആഘാതം വളരെയേറെ വലുതാകും. ഇന്ന് 241 ആളുകളാണ് വിമാന അപകടത്തിൽ മരിച്ചത്. അതുമാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് മറിഞ്ഞ് അവിടെയും 5 വിദ്യാർത്ഥികളും പ്രദേശവാസികളടക്കം മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട്ടുകാരുടെയൊക്കെ തന്നെ വേദന എത്രത്തോളം ആഴത്തിലുള്ളതായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. തൻ്റെ പ്രിയപ്പെട്ടവർ, തങ്ങളുടെ സഹോദരനോ അച്ഛനോ അമ്മയോ അവരാരും ഇനി തിരിച്ചു വരില്ല എന്ന ആ ഒരു വേദന ഉൾക്കൊള്ളാനായിട്ട് പല കുടുംബങ്ങൾക്കും ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഈ ഒരു സമയത്ത് അപകടത്തിനൊപ്പം തന്നെ ആദ്യ മണിക്കൂറിൽ വിമാനത്തിലുണ്ടായിരുന്ന 242 ആളുകളും മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത്. പിന്നാലെയായിരുന്നു ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള ചെറിയൊരു ആശ്വാസ വാർത്ത അതിനിടയിലെത്തിയത്. ഒരു ജീവനെങ്കിലും അതിൽ രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് നമ്മൾ ചെറുതായി ഒന്ന് ആശ്വസിച്ചു. ഇപ്പോൾ ചർച്ചയാകുന്നത് ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ള നമ്പറായി 11A മാറുമോ എന്നാണ്. ആ നമ്പറിനുള്ള പ്രത്യേകത പറയാം. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസിനെ നോക്കി അത്ഭുതം കൂറുകയാണ് ലോകം. ഇന്നലെ നടന്ന അഹമ്മദാബാദ് വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശിനെ കുറിച്ചുള്ള വാർത്തകളാണ് പാശ്ചാത്യ മാധ്യമങ്ങളിലും നിറയുന്നത്. 242 പേരുണ്ടായിരുന്ന വിമാനം അപകടത്തിൽപ്പെട്ടപ്പോൾ മരിച്ചത് 265 മുകളിൽ ജനവാസ മേഖലയിലേക്ക് വീണതാണ് വിമാന അപകടത്തിലെ മരണസംഖ്യ ഉയർത്തിയത്. ആ വിമാനത്തിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെടുകയെന്നാൽ അതെ, 40കാരനായ വിശ്വാസ് കുമാർ രമേശ് എന്ന ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ മരണമുഖത്ത് നിന്ന് എമർജൻസി എക്സിറ്റ് വഴി ചാടിയത് ജീവിതത്തിലേക്കാണ്. സമൂഹ മാധ്യമങ്ങൾ അദ്ദേഹം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നാണ് ആശംസിച്ചിരിക്കുന്നത്. ഇത്രയും വലിയൊരു അപകടം തൻ്റെ കൺമുൻപിൽ ആളുകൾ തീയിൽ വെന്തുമരിക്കുന്ന ഒരു കാഴ്ച കണ്ട വിശ്വാസ് കുമാർ ഇപ്പോഴും സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല. അതിൻ്റെ ആഘാതമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലും അദ്ദേഹം കണ്ണടയ്ക്കുമ്പോഴെല്ലാം തന്നെ അദ്ദേഹത്തിന് കണ്ണിൽ തെളിഞ്ഞു കാണുന്നത്. ഒപ്പം ദൈവത്തിൻ്റെ സ്വന്തം കുട്ടി എന്ന വിശേഷണവും വിശ്വാസ് കുമാറിനെ തേടി സോഷ്യൽ മീഡിയ കമൻറ്റുകളിൽ വരികയാണ്. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക യാത്രക്കാരനായിരുന്നു വിശ്വാസ് കുമാർ. 11A നമ്പർ സീറ്റിലാണ് ഇദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. ആളിക്കത്തുന്ന വിമാനത്തിൽ നിന്ന് പുറത്തെത്തിയ ശേഷം വിശ്വാസ് കുമാർ ആദ്യം ചെയ്ത കാര്യം വീട്ടുകാരെ ഫോൺ ചെയ്ത് താൻ രക്ഷപ്പെട്ടു എന്ന കാര്യം അറിയിക്കുകയായിരുന്നു. ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത ലോകമാധ്യമങ്ങൾ ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയുമാണ് റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് വിശ്വാസ് കുമാർ എന്നാണ് ലോകമാധ്യമങ്ങൾ പറയുന്നത്. UK-യിൽ താമസിക്കുന്ന വിശ്വാസിന്റെ കസിനായ അജയ് വൽഗിയെയാണ് വിശ്വാസ് കുമാർ ഫോൺ ചെയ്ത് താൻ സുഖമായിരിക്കുന്നു എന്നറിയിച്ചത്. കത്തുന്ന വിമാനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വീഡിയോ കോൾ ചെയ്താണ് അദ്ദേഹം ബന്ധുവിനോട് താൻ രക്ഷപ്പെട്ട കാര്യം അറിയിച്ചത്. എന്നാൽ ഇതേ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന വിശ്വാസിന്റെ സഹോദരൻ അജയ് കുമാർ വിമാനാപകടത്തിൽ മരിച്ചു. വിശ്വാസിന്റെ തൊട്ടടുത്ത സീറ്റിലാണ് സഹോദരൻ ഇരുന്നത്. അധികൃതർ വിമാനത്തിലെ എല്ലാ യാത്രക്കാരും മരിച്ചു എന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീടാണ് വിശ്വാസ് കുമാർ രമേശ് രക്ഷപ്പെട്ട കാര്യം അറിയിക്കുന്നത്. അങ്ങനെ ദുരന്തത്തിനിരയായവരെ രക്ഷപ്പെട്ട ഏക വ്യക്തിയായി അദ്ദേഹം മാറി. താൻ രക്ഷപ്പെട്ടുവെങ്കിലും സഹോദരനും സഹയാത്രക്കാരുമെല്ലാം മരിച്ച ദുഃഖത്തിലാണ് വിശ്വാസ് കുമാർ. ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യൻ വംശജനായ വിശ്വാസ് കുമാർ സഹോദരനൊപ്പം നാട്ടിലെത്തി ബന്ധുക്കളെ സന്ദർശിച്ച ശേഷം ലണ്ടനിലേക്ക് മടങ്ങുകയായിരുന്നു. വീണ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റപ്പോൾ ചുറ്റിനും കണ്ടത് മൃതദേഹങ്ങളായിരുന്നു. ചുറ്റിലും തീ കത്തുന്നു. താൻ ഭയന്നുപോയെന്നാണ് വിശ്വാസ് ആശുപത്രിയിലെത്തിയ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞത്. താൻ എഴുന്നേറ്റ് ഓടിയെന്നും ചുറ്റിലും വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുകയായിരുന്നതായി അദ്ദേഹം ഓർക്കുന്നു. ആരോ തന്നെ പിടിച്ച് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് വിശ്വാസ് പറയുന്നത്. ആശുപത്രിയിൽ ഓടിക്കൂടിയവരെല്ലാം തന്നെ എത്തുന്നത് വിശ്വാസിനെ കാണാനാണ്. കാലന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആളെന്ന നിലയിലാണ് എല്ലാവരും അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. താൻ എങ്ങനെയാണ് വിമാനത്തിൽ നിന്ന് പുറത്തെത്തിയെന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ലെന്നാണ് വിശ്വാസ് പറയുന്നത്. വിശ്വാസ് എമർജൻസി എക്സിറ്റിന് സമീപമായിരുന്നു ഇരുന്നത്. എമർജൻസി വാതിൽ ചാടി രക്ഷപ്പെടാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് എന്നാണ് അധികൃതർ ഇപ്പോൾ പറയുന്നത്. സമൂഹ മാധ്യമങ്ങൾ അദ്ദേഹം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നും ഒപ്പം ദൈവത്തിൻ്റെ സ്വന്തം കുട്ടി എന്നുള്ള വിശേഷണവും നൽകുകയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി അങ്ങോട്ട് വിമാനയാത്ര ചെയ്യുന്ന പലരും എമർജൻസി എക്സിറ്റിന് സമീപമുള്ള സീറ്റായ 11A കിട്ടാൻ വാശി പിടിക്കും. വിശ്വാസ് കുമാറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമല്ല. എങ്കിലും അദ്ദേഹം വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണെന്നാണ് അടുത്ത ബന്ധു വെളിപ്പെടുത്തിയത്. ദുരന്തത്തിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന ഗുജറാത്ത് പോലീസിന്റെ അറിയിപ്പിന് പിന്നാലെയാണ് ഒരാൾ ജീവനോടെയുണ്ടെന്ന വാർത്ത എത്തിയത്.
വിമാനത്തിലെ എമർജൻസി എക്സിറ്റ് വഴി പുറത്തു ചാടിയ വിശ്വാസ് കുമാർ പ്രവർത്തകർക്കൊപ്പം നടന്നു നീങ്ങുന്ന വീഡിയോയും പുറത്തുവന്നു. 11A സീറ്റിലെ യാത്രക്കാരനായിരുന്നു. വെള്ള ടീഷർട്ടും കറുത്ത പാൻസും ധരിച്ച ഇയാൾ ചെറിയ മുടന്തോടെയാണ് നടന്നു നീങ്ങുന്നത്. ചാടിയപ്പോൾ കാലിന് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് സൂചന. വസ്ത്രങ്ങളിൽ രക്തക്കറയും ചെളിയും കാണാം. ടേക്ക് ഓഫ് കഴിഞ്ഞ് 30 സെക്കൻഡിനുള്ളിലാണ് അപകടം സംഭവിച്ചതെന്നാണ് അഹമ്മദാബാദ് അസർവായിലെ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിശ്വാസ് കുമാർ പറഞ്ഞത്. ടേക്ക് ഓഫ് കഴിഞ്ഞ് 30 സെക്കൻഡ് പിന്നിട്ടതോടെയാണ് വലിയ ശബ്ദത്തോടെ വിമാനം തകർന്നു വീണത്. എല്ലാം സംഭവിച്ചത് പെട്ടെന്നായിരുന്നു. താൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് ചുറ്റും മൃതദേഹങ്ങളായിരുന്നു. ഞാൻ ശരിക്കും ഭയന്നുപോയി. തുടർന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയായിരുന്നു. എൻ്റെ ചുറ്റിലും വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടായിരുന്നു. തുടർന്ന് ഒരാൾ എന്നെ പിടിച്ച് ആംബുലൻസിൽ കയറ്റുകയും ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നെന്നാണ് വിശ്വാസ് കുമാർ പറഞ്ഞത്. ചികിത്സയിലുള്ള ഇദ്ദേഹത്തിൻ്റെ കൈവശം ബോർഡിംഗ് പാസും ഉണ്ടായിരുന്നു. ഫോണും കൈവശമുണ്ടായിരുന്നു. അതേസമയം മറ്റൊരു ഭാഗത്തെ സീറ്റിലാണ് സഹോദരൻ യാത്ര ചെയ്തിരുന്നത്. സഹോദരൻ ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നും അദ്ദേഹത്തെ കണ്ടെത്താൻ സഹായിക്കണമെന്നും വിശ്വാസ് കുമാർ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷമായിട്ട് വിശ്വാസ് കുമാർ ലണ്ടനിലാണ്. ഭാര്യയും കുട്ടികളൊക്കെ തന്നെ ഇപ്പോഴും ലണ്ടനിലാണ്. ഏതായാലും തനിക്ക് സംഭവിച്ചിട്ടുള്ള ഈ ഒരു രക്ഷപ്പെടലിൽ നിന്നും തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ മരിച്ചു വീഴുന്നതിൻ്റെയൊക്കെ തന്നെ ആഘാതം ഇപ്പോഴും വിശ്വാസ് കുമാറിനെ മാറിയിട്ടില്ല. അപകടത്തിൽ അദ്ദേഹം എങ്ങനെ രക്ഷപ്പെട്ടതെന്നുള്ള അത്ഭുതമാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. മറ്റൊരാൾ കൂടി ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ആകാശത്ത് തീഗോളമായി മാറിയ ആ വിമാനത്തിൽ ഭൂമി ചൗഹാനും ഉണ്ടാകേണ്ടതായിരുന്നു. ലണ്ടനിലുള്ള ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ ഭൂമി ഓടിക്കിതച്ച് വിമാനത്താവളത്തിലെത്തിയെങ്കിലും 10 മിനിറ്റ് വൈകിയിരുന്നു. ആ 10 മിനിറ്റാണ് ഭൂമിയുടെ ജീവൻ കാത്തത്. താമസിച്ചെത്തിയതിനാൽ ചെക്ക് ഇൻ ചെയ്യാൻ ജീവനക്കാർ അനുവദിച്ചില്ല. വളരെ സങ്കടത്തോടെയാണ് ഭൂമി തിരികെ പോയത്. എന്നാൽ തൊട്ടു പിന്നാലെ വിമാന ദുരന്തം അറിഞ്ഞ ഭൂമി നടുങ്ങി വിറച്ചുപോയി. ജീവൻ തിരികെ കിട്ടിയ സന്തോഷത്തിലാണെങ്കിലും ആ നടുക്കത്തിൽ നിന്ന് മാറാൻ ഭൂമിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. അഹമ്മദാബാദിലെ ഗതാഗത കുരുക്കിൽപ്പെട്ടാണ് 10 മിനിറ്റ് വൈകിയത്. അതുകൊണ്ടാണ് ഭൂമി ചൗഹാന് വിമാനം നഷ്ടപ്പെട്ടത്. അഹമ്മദാബാദിലെ ട്രാഫിക് ജാമിൽ കുടുങ്ങിയ ആ 10 മിനിറ്റാണ് ഭൂമി ചൗഹാന്റെ പുനർജന്മത്തിനും കാരണം. വിമാന ദുരന്തം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടെങ്കിലും ശരീരമാകെ ഇപ്പോഴും വിറയ്ക്കുകയാണെന്നാണ് ഭൂമി പറയുന്നത്. സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. മനസ്സ് ശൂന്യമായതുപോലെ. ആ ട്രാഫിക് ജാമിൽ കുടുങ്ങിയില്ലായിരുന്നെങ്കിൽ താനും ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. വിമാനം നഷ്ടമായപ്പോൾ വിഷമിച്ചെങ്കിലും ജീവനും ജീവിതവും തിരികെ കിട്ടിയ ആശ്വാസത്തിലാണ് ഇവർ. ലണ്ടനിലേക്കുള്ള യാത്രക്കാരുടെ പട്ടികയിൽ ഭൂമിയുടെ പേരുമുണ്ടായിരുന്നു. ഭർത്താവിനൊപ്പം ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ ഭൂമി 2 വർഷത്തിന് ശേഷം അവധി ആഘോഷിക്കാൻ ഇന്ത്യയിലെത്തിയതായിരുന്നു. ഇന്നലെ പറന്നുയർന്ന ഒരു തീഗോളമായി മാറിയ വിമാനത്തിൽ കയറാൻ പുറപ്പെട്ടെങ്കിലും അഹമ്മദാബാദിലെ കനത്ത ട്രാഫിക് ജാമിൽ കുടുങ്ങിയാണ് ഭൂമിക്ക് എത്താൻ കഴിയാതെ വന്നത്. ആ 10 മിനിറ്റാണ് ഭൂമി വൈകിയത്. വിമാനത്താവള അധികൃതരോട് സംസാരിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഉച്ചയ്ക്ക് 1:30 വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങി. അതുമാത്രമാണ് ഭൂമിയുടെ ഓർമ്മയിലുള്ളത്. പിന്നീട് കേട്ട വൻ സ്ഫോടനത്തിൽ ഭൂമിയും നടുങ്ങി. ഒരുപക്ഷെ ആ 10 മിനിറ്റ് വൈകിയില്ലായിരുന്നെങ്കിൽ ആ മരിച്ചവരുടെ കൂട്ടത്തിൽ ഭൂമിയും ഉണ്ടാകുമായിരുന്നു. ഏതായാലും ഇതൊക്കെ തന്നെ ഭാഗ്യമെന്ന് പറയാം. ഇനിയും മരണസംഖ്യ കൂടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം പ്രദേശവാസികൾ പരിക്കേറ്റവർ ചിലരുടെ നില അതീവ ഗുരുതരമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടം നടന്ന സ്ഥലവും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും സന്ദർശിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അവരുടെ മൃതദേഹങ്ങൾ വിട്ടുകിട്ടാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനുള്ള നീക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട്. DNA സാമ്പിളുകൾ അടക്കം ശേഖരിക്കുന്ന തിരക്കിലാണ്. അവിടെ രക്ഷാപ്രവർത്തനത്തിനടക്കം നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളും നമ്മുടെ ഭരണാധികാരികളൊക്കെ തന്നെ വളരെ വേഗത്തിൽ തന്നെ എല്ലാവർക്കും അവരുടെ DNA പരിശോധന ഫലം വന്നാൽ മാത്രമായിരിക്കും മൃതദേഹങ്ങൾ വിട്ടുകിട്ടാനുള്ള നടപടികൾ ആരംഭിക്കുകയുള്ളൂ.